സെക്കൻഡ് സീസൺ ഒരു ട്രെയിലർ മാത്രമാണ്. മൂന്നാമത്തെ സീസണിലാണ് മുഴുവൻ യുദ്ധം എന്നാണ് ഇപ്പൊ പറയുന്നത്. ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞത്. സെക്കൻഡ് സീസണിൽ മാരക യുദ്ധമായിരിക്കും എന്നാണ് പറഞ്ഞത്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ മൊത്തം 4 സീസണുകളേ ഉള്ളൂ. ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ സീസണിൽ എന്തായാലും കുറച്ച് സംഭവിക്കാനുണ്ട്. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ബുക്ക് ഉണ്ടല്ലോ, ജോർജ് ആർ മാർട്ടിൻ എഴുതിയ ബുക്ക്, ഈ ബുക്കിലുള്ളത് ഈ ഒരു ഹിസ്റ്ററി, ഒരു ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടാവില്ലേ, അതേപോലെയാണ് ആക്ച്വലി. അതായത് ഇന്ന സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, ഇയാൾ ഇങ്ങോട്ട് പോയി, അങ്ങനെ സംഭവിച്ചു, അങ്ങനെയൊക്കെയാണ് ഇതിൽ. ഇയാൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരാളുടെ ക്യാരക്ടറിന്റെ ഉള്ളിൽ ചെന്ന് അയാളുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കുന്ന അങ്ങനത്തെ ഒരു പരിപാടി ഇതിലില്ല. ഈ ക്യാരക്ടേഴ്സിന്റെ മോട്ടീവ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ അങ്ങനെ കാണാൻ നമുക്ക് പറ്റില്ല. ആ ഒരു സംഭവം നല്ല വൃത്തിയായിട്ട് സീരീസുകാർ ചെയ്തിട്ടുണ്ട്. പല ക്യാരക്ടർ ഡെവലപ്മെന്റും ഇവർ ചെയ്തിരിക്കുന്നത് ബുക്കിൽ നിന്നും നല്ല വ്യത്യാസമായിട്ടാണ്. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ സീസണിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അത് ബുക്ക് വെച്ചിട്ട് കുറച്ച് നോക്കാം, പിന്നെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഫാൻ തിയറീസ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യൂ, നമുക്ക് അതിനെക്കുറിച്ചും സംസാരിക്കാം. മുഴുവൻ സ്പോയിലേഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇനി നേരത്തെ പറഞ്ഞില്ല എന്നാരും പറയരുത്. നമുക്കറിയാലോ 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ സീസൺ വരിക. അതിൻ്റെ ഇടയിൽ നമുക്ക് നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സ്പിൻ ഓഫ് കൂടെ കിട്ടും അടുത്ത കൊല്ലം. ഇപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ദ ബോയ്സ് ആയാലും ഒരു സ്പിൻ ഓഫ് ഉണ്ടാക്കി, ജെൻവി എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ബോയ്സിന്റെ ഒരു സീസൺ ഒരു കൊല്ലം ഇറക്കും, അടുത്ത കൊല്ലം ജെൻവി ഇറക്കും, അതിന്റെ അടുത്ത കൊല്ലം ബോയ്സ് ഇറക്കും. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഇവരും പ്ലാൻ ചെയ്യുന്നത്. ഈ കൊല്ലം നമുക്ക് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ കിട്ടി, അടുത്ത കൊല്ലം നൈറ്റ് ഓഫ് ദി 7 കിങ്ഡംസ് കിട്ടും, അതിന്റെ അടുത്ത കൊല്ലം നമുക്ക് വീണ്ടും ഹൗസ് ഓഫ് ദി ഡ്രാഗൺ തന്നെ കിട്ടും. ഇപ്പോഴത്തെ ആൾക്കാരുടെ അറ്റൻഷൻ സ്പാനൊക്കെ അറിയാലോ, ഭയങ്കര കുറവാണ്. 2 കൊല്ലം എന്നൊക്കെ പറയുന്നത് വലിയ സമയമാണ്. അപ്പൊ അതാണ് ഇവരുടെ പ്ലാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ മൂന്നാമത്തെ സീസണിൽ ഫസ്റ്റ് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറയാം. ഫോൾ ഓഫ് ദി കിങ്സ് ലാൻഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റെനീറിന്റെ കയ്യിൽ ഒരുപാട് ഡ്രാഗൺസ് ഉണ്ട്, ഡെയ്മന്റെ പട്ടാളം ഉണ്ട്, റിവർ ലോഡ്സിന്റെ പട്ടാളം ഉണ്ട്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു യുദ്ധം ജയിക്കാൻ പറ്റും. അപ്പൊ ബുക്കിൽ എങ്ങനെയാ വെച്ചാൽ ഡെയ്മണും റെനീറയും കൂടെ നേരെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോവാണ്. വേഗാറും എയ്മണ്ടും അവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇവര് ശരിക്കും ഒരു യുദ്ധത്തിന് ഒരുങ്ങിയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷെ അവിടെ പോകുമ്പോൾ സർപ്രൈസിംഗ്ലി യുദ്ധം ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. കാരണം അവിടെ ആരുമില്ല. ഏഗോണാണെങ്കിൽ ദേഹമൊക്കെ പൊള്ളിയിട്ട് ഒരു വയ്യാണ്ടി ഇരിക്കുകയാണ്. ആകെയുള്ളത് എയ്മണ്ടാണ്. എയ്മണ്ട് വേഗാറിനെ കയറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ആ സ്ഥലത്തിനെ കുറിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ മൊത്തത്തിൽ കിങ്സ് ലാൻഡിങ്ങിൽ ഭരിക്കാനും ഒന്നും ആരുമില്ല. അപ്പൊ റെനീറ പോകുന്നു, അവിടെ ഒന്നും ആരുമില്ല, നേരെ അയൺ ത്രോണിൽ കയറി ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഫോൾ ഓഫ് ദി കിങ്സ് ലാൻഡിംഗ് എന്ന് ഇതിനെ പറയുന്നത്. ഗ്രീൻസിന്റെ കയ്യിൽ നിന്ന് ഒഫീഷ്യലി ബ്ലാക്സ് കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ സീരീസിൽ നല്ല വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഡെയ്മണ്ട് ആ വിഷനിലും ഇത് കാണിക്കുന്നുണ്ട്, റെനീറ അയൺ ത്രോണിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതും പോരാഞ്ഞിട്ട് ബുക്കിൽ ഇല്ലാത്തൊരു കാര്യം കൂടെ, ഒരു സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ആലിസന്റെ ആരും കാണാതെ ഒളിഞ്ഞു വന്നല്ലോ സീസൺ ഫിനാലെ അല്ലേ റെനീറിനെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് റെനീറിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വന്നോ, ഞാൻ നമ്മുടെ പട്ടാളക്കാരുടെ അടുത്തൊക്കെ സ്റ്റാൻഡ് ഡൗൺ ചെയ്യാൻ പറയാം, നിനക്ക് ഈസി ആയിട്ട് കിങ്സ് ലാൻഡിങ് പിടിച്ചടക്കാം, അതിനുവേണ്ടി സഹായമൊക്കെ ഞാൻ തന്നെ അകത്തിരുന്ന് ചെയ്യാമെന്ന് ആലിസന്റ് പറയുന്നുണ്ട്. ആലിസന്റിന് വേണ്ടത് ഹെലീനിനെയും ആലിസന്റിനെയൊക്കെ വെറുതെ വിടണം, അതാണ് ഒരു ഉദ്ദേശം. എയ്മണ്ട് ആലിസന്റ് പറയുന്നൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ആലിസന്റ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും ബുക്കിൽ ഇല്ലാത്തതാണ്. ഇവർ തമ്മിലൊന്നും കാണുന്നേ ഇല്ല ഈ യുദ്ധത്തിന്റെ ഇടയിൽ. അപ്പൊ ഇത് പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഇവരെന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വിഷനിൽ കാണിച്ചും തരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് തന്നെ ഈ കാര്യം സംഭവിക്കും. റെനീറ ആ ഒരു ഡിന്നർ ടേബിളിൽ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ വലിയൊരു അറ്റാക്കിന് പോകുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പൊ എല്ലാ ഡ്രാഗൺസിനും എടുത്തിട്ട് നേരെ കിങ്സ് ലാൻഡിങ്ങിലേക്കായിരിക്കും പോവുക. അവിടെ പോകുമ്പോൾ ആലിസന്റ് അതൊക്കെ ഓപ്പൺ ചെയ്തിടും, ഗേറ്റ്സ് ഒക്കെ. പട്ടാളക്കാരുടെ അടുത്തൊക്കെ സ്റ്റാൻഡ് ഡൗൺ ചെയ്യാൻ പറയും. ഇവര് നേരെ അകത്ത് ചെല്ലും. റെനീറ അടുത്ത രാജാവും. അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ വിചാരിക്കേ, റെനീറ ഈ കിങ്സ് ലാൻഡിങ്ങിൽ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെങ്കിൽ അടുത്ത രാജാവ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ പെട്ടെന്ന് തന്നെ റെനീറ ഇനിയിപ്പോ രാജാവായി കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്താണ് സ്റ്റോറി എന്ന് ചോദിക്കും. അവിടെയാണ് ഒരു ട്വിസ്റ്റ് വരുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാട്ടുകാരുണ്ടല്ലോ, നാട്ടുകാർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡാൻസ് ഓഫ് ദി ഡ്രാഗൺസിൽ സംഭവം ഡ്രാഗൺസ് ഒക്കെ ആണെങ്കിലും അവസാനം ജയിക്കുക അറിയോ, നാട്ടുകാരാണ്. സ്മോൾ ഫോക്സ് ഉണ്ടല്ലോ കിങ്സ് ലാൻഡിങ്ങിലെ സാധാരണ ആൾക്കാർ, അവരാണ് അവസാനം ജയിക്കുക. അതിനെക്കുറിച്ച് കൂടുതൽ ഞാനിപ്പോ പറയുന്നില്ല. സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിലാണ്. ഇവരിനെ നോക്കാനും ഇവരിനെ ഭക്ഷണം കൊടുക്കാനും ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒന്നും ആർക്കും സമയമില്ല. റെനീറ ഇവിടുത്തെ രാജാവായാലും ഈ ഗ്രീൻസ് ഉണ്ടാക്കി വെച്ച കുറെ പ്രശ്നങ്ങളുണ്ട്. കിങ്സ് ലാൻഡിങ്ങിൽ പൈസ ഒന്നും ഇല്ല എന്ന് ടൈലൻഡ് ലാനിസ്റ്റർ പറയുന്നുണ്ട്. ആ ഒരു സ്മോൾ കൗൺസിൽ
കൗൺസിൽ മീറ്റിംഗിൽ, അതായത് രാജാവിന്റെ പൈസയും ഇല്ല, ഒന്നുമില്ല, എല്ലാ യുദ്ധത്തിന് ചെലവാക്കി. അപ്പൊ ഈ നാട്ടുകാർക്ക് വേണ്ടി ഒന്നും ചെയ്യാനൊന്നും റെനിയർക്ക് പറ്റുന്നില്ല. ഗ്രീൻസ് ഭരിച്ചപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു, ബ്ലാക്സ് ഭരിക്കാൻ പോകുമ്പോഴും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. അതിലിപ്പോ ഇവർ ചിലപ്പോൾ എന്തെങ്കിലും മോട്ടീവ് ഒക്കെ മാറ്റുമായിരിക്കും. ചിലപ്പോൾ ചില ഡ്രാഗൺസ് വന്നിട്ട് വല്ല സ്മോൾ ഫോക്സിനെ ഒരു കാരണവും ഇല്ലാണ്ട് കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ചില മാറ്റങ്ങൾ അവർ വരുത്തിയാലും വരുത്തും. മൊത്തത്തില് നാട്ടുകാർ മൊത്തം റെനീറയ്ക്കെതിരെ റിവോൾട്ട് ചെയ്യും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഇവർ സീരീസിൽ എക്സ്ട്രാ ആഡ് ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ചുമ്മാ ഒരാൾ വന്നിട്ട് റിവോൾട്ട് ചെയ്യില്ലല്ലോ, രാജാവിനെതിരെ ഒന്നും പറയില്ല. ഓൾറെഡി റെനീറയ്ക്ക് വേണ്ടി സപ്പോർട്ട് നാട്ടുകാരുടെ ഇടയിലുണ്ട്. മിക്കവാറും ചിലപ്പോൾ മിസേരിയും റെനീറും തമ്മിൽ അടിച്ച് പിരിയാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും സാധ്യത. എന്നിട്ട് മിസേരിയന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് റെനീറയ്ക്കെതിരെ ആൾക്കാരനെ നീക്കാനും ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതാണ് ബേസിക്കലി സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ കഥയൊന്നും കഴിഞ്ഞിട്ടില്ല, ഇഷ്ടംപോലെ ഇനിയുണ്ട്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഡ്രാഗൺ സീഡ്സിന്റെ കാര്യങ്ങളാണ്. 3 പേരാണ് ബേസിക്കലി ഉള്ളത്, ഹ്യൂ ഹാമറും, മുൾഫോയ്റ്റും, ആഡം ഓഫ് ഹള്ളും. ഇതാണ് ഞാൻ പറയുന്നത് ബുക്കിൽ നിന്നും അടിപൊളിയായിട്ട് സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ഈ ഹ്യൂ ഹാമറിന്റെ സ്റ്റോറി ബുക്കിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ്. കാരണം ഭാര്യയും കുട്ടികളും, കുട്ടി മരിച്ച സംഭവം, അങ്ങനെ ഒരു ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഹ്യൂ ഹാമറിന് ബുക്കിലില്ല. ഉൾഫൈറ്റിനെ പോലെ തന്നെ ഒരു സാധാരണ ഒരാള്, അത് മാത്രമാണ് ഹ്യൂ ഹാമർ. കുറച്ച് ശക്തനായിട്ടുള്ള ഒരാളാണ്, അത്രേ ബുക്കിൽ പറയുന്നുള്ളൂ. അപ്പൊ ഇവർക്ക് ഡ്രാഗണും കൊടുക്കുന്നത്, ഇങ്ങനെ ഒരു കഴിവുണ്ട് എന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നത് റെനീറയാണ്. അപ്പൊ റെനീറിന്റെ കൂടെ കുറെ യുദ്ധത്തിനൊക്കെ ഇവർ പങ്കെടുക്കും. അങ്ങനെ റെനീർക്ക് ആദ്യമൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും. എന്നിട്ട് റെനീർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇത്രയൊക്കെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞിട്ട് ചെറിയ 2 രാജ്യങ്ങൾ, ഡ്രിഫ്റ്റ് മാർക്കിലുള്ള ചെറിയ 2 രാജ്യങ്ങൾ ഇവരുടെ പേരിലാക്കും. അപ്പൊ അത് ഇവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. കാരണം ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത്ര വലിയ ഡ്രാഗനൊക്കെ റൈഡ് ചെയ്യുന്നതല്ലേ ഞങ്ങൾക്ക് ഇതൊന്നും പോരാന്നുള്ള ഒരു അത്യാഗ്രഹം, ഒരു ഗ്രീഡ് ഇവരുടെയൊക്കെ മനസ്സിൽ വരും. എന്നിട്ട് അവസാനം ഉൾഫൈറ്റും ഹ്യൂ ഹാമറും കൂടെ റെനീറിനെ ചതിക്കുകയാണ്. ബ്ലാക്സിന്റെ അടുത്തുനിന്ന് ഗ്രീൻസിന്റെ അടുത്തേക്ക് പോവാണ്. പിന്നെ അവസാനം ഗ്രീൻസിന്റെ കൈ കൊണ്ട് തന്നെ ഇവർ മരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ബുക്കിൽ. പക്ഷെ ഇവിടെ സീരീസിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ്. അതായത് ഈസിലി ഒരു പൈസ കൊടുത്താൽ മറിയുന്ന ഒരാളാണ് ഉൾഫൈറ്റ്, അങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹ്യൂ ഹാമർ അങ്ങനെയല്ല, കുറച്ച് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, മകള് മരിച്ച വിഷമത്തിൽ ഭാര്യനെ സംരക്ഷിക്കണം എന്നുള്ളൊരു രീതിയിൽ വന്ന ആളാണ് ഹ്യൂ ഹാമർ. അപ്പൊ ഒരിക്കലും ഇങ്ങനെ ഒരു അത്യാഗ്രഹം കാണിക്കാൻ സാധ്യത കാണുന്നില്ല. ആഡം ഓഫ് ഹള്ളിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ട. ആഡം ആണ് റെനീറിന്റെ അടുത്ത് അത്രയും റെസ്പെക്റ്റും അത്രയും ലോയൽ ആയിട്ട് നിൽക്കുന്നത് ആഡം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഹ്യൂ ഹാമറിന്റെ ഭാര്യ ടംബിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറയുന്നുണ്ട്. ഈ ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, വലിയൊരു ബാറ്റിലാണ്. മിക്കവാറും എങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും. മിക്കവാറും അത് ബ്ലാക്സിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വരുന്ന ഒരു മിസ്റ്റേക്കോ, അല്ലെങ്കിൽ റെനീറെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഈ ഭാര്യ എങ്ങനെ മരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്നിട്ടായിരിക്കും ഹ്യൂ ഹാമർ റെനീറിനെ ചതിക്കുക. അല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടോ വേറെന്തെങ്കിലും വേണ്ടിയിട്ട് ഹ്യൂ ഹാമർ ചതിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല ഇവർ ഈ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഉൾഫൈറ്റിന്റെ കാര്യം പറയണ്ട, കുറച്ച് പൈസ കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും അറിയും, നമുക്ക് അയാളെ കണ്ടാൽ തന്നെ അറിയാം. അപ്പൊ ബുക്ക് വെച്ച് നോക്കിയാലും ബാറ്റിൽ ഓഫ് ടംബിൾട്ടൺ കഴിയുമ്പോഴാണ് ഇവർ മൊത്തം ബ്ലാക്സ് വിട്ടിട്ട് ഗ്രീൻസിന്റെ അടുത്തേക്ക് പോവുക. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം മിക്കവാറും സ്റ്റോറി. ഇത് എന്റെ പ്രഡിക്ഷൻ ആണ്, ഇത് ശരിയാവോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പൊ ഡ്രാഗൺ സീഡ്സിന്റെ കാര്യം കഴിഞ്ഞു. ഇനി നമ്മുടെ മെയിൻ ആളായ ഡെയ്മണും എയ്മണ്ടും, ഇവരുടെ 2 പേരുടെയും കാര്യം നോക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഡെയ്മണും ആലിസ് റിവേഴ്സും ഉണ്ടല്ലോ, ബുക്കില് കണ്ടുമുട്ടുന്നേ ഇല്ല. ഡെയ്മന്റെ വിഷൻസ് ഉണ്ടല്ലോ, അതും ബുക്കിൽ ഇല്ലാത്തതാണ്. എനിക്ക് തോന്നുന്നത് അവർ ഈ സീസണിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ഡെയ്മന്റെ മനസ്സിലും ഡെയ്മൻ ഫസ്റ്റ് സീസണിലൊക്കെ ഡെയ്മന് രാജാവണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ആദ്യം മുതലേ റെനീറിന്റെ അടുത്ത് അടുപ്പം കാണിക്കുന്നതും വിസേരിസിന്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഒരു ദിവസം ചുമ്മാ അതൊക്കെ വിട്ടിട്ട് ഞാൻ റെനീറിന്റെ കൂടെ, റെനീറിന്റെ ഭർത്താവായിട്ട് റെനീറിനെ രാജാവാക്കുക എന്നുള്ളൊരു കാര്യം തീരുമാനിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മോട്ടീവ് വേണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വേണമല്ലോ. അതിന് ഈ ഒരു വലിയ ഗെയിം ഓഫ് ത്രോൺസിന്റെ ആ ഒരു വിഷൻ കാണണം. ആദ്യം തന്നെ പോയിട്ട് ചുമ്മാ വിഷൻ കണ്ടു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, ഇതൊക്കെ ഹാലുസിനേഷൻ ആണെന്ന് തോന്നും. അപ്പൊ അതിനായിരിക്കണം ഡെയ്മനെ കൊണ്ട് ഇത്രയും വിഷൻ. നമ്മൾ ആദ്യം തൊട്ടേ വിഷൻ നോക്കിക്കഴിഞ്ഞാൽ ഡെയ്മന്റെ മനസ്സിലുള്ള ഓരോ ചിന്തകളാണ് ആദ്യം മുതലേ ബ്രേക്കായി വരുന്നത്. റെനീറിന്റെ കുട്ടിക്കാലം കാണുന്നതും വിസേരിസ് മരിക്കാനായിട്ട് കാണുന്നതും അവസാനം രാജാവായി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയും എല്ലാം കാണുന്നത് ഡെയ്മന്റെ ചെറിയ ചെറിയ വിഷനിലാണ്. ഇവര് ചെയ്തൊരു
ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ ഒരുപാട് കാണിക്കുമ്പോൾ അതൊരു കുറച്ച് ബോറായിട്ട് കുറച്ച് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലെ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവർ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഒരു വലിയൊരു വിഷൻ അവസാനം കാണും. അപ്പൊ അതിന് മുന്നേ ചെറിയ ചെറിയ വിഷനൊക്കെ കാണിച്ചിട്ട് ഈ വിഷൻസ് ഈ ഹാലുസിനേഷൻസ് ഒക്കെ റിയൽ ആണ് എന്ന് ഡെയ്മനെ കൊണ്ട് തോന്നിപ്പിച്ചിട്ട് അവസാനം ഈ ഒരു ഹാലുസിനേഷൻ കാണുമ്പോ അപ്പൊ ഇങ്ങനെ ശരിക്കും സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതൊന്നും അല്ല ശരിക്കുള്ള വാറ്, ഈ യുദ്ധമൊക്കെ ചെറിയ യുദ്ധമാണ്, ശരിക്കുള്ള യുദ്ധം ഇനി വരാൻ പോകുന്നതാണ്. അപ്പൊ ഞാൻ രാജാവണം എന്നുള്ള ചിന്തയൊക്കെ ഞാൻ വിടണം എന്ന് ഡെയ്മനെ കൊണ്ട് തീരുമാനിക്കാനാണ് ഇവർ ഇത് ആക്ച്വലി ഇത് മൊത്തം ചെയ്തത്, ഉണ്ടാക്കി വെച്ചത്. അപ്പൊ മൂന്നാമത്തെ സീസണിൽ ഡെയ്മൺ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയട്ടെ. ആദ്യം റെനീറ ഒരു മെസ്സേജ് അയക്കും, ആലിസന്റ് വന്നിരുന്നു, കിങ്സ് ലാൻഡിങ്ങിൽ ഇപ്പൊ ആരുമില്ല, എയ്മണ്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ്, നമുക്കിപ്പോ കിങ്സ് ലാൻഡിങ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് പിടിച്ചെടുക്കാം എന്നുള്ളൊരു മെസ്സേജ് റെനീറ ഡെയ്മൺ അയക്കാൻ പോവാണ്. ഡെയ്മൺ ഇത് കേട്ടതും ഒരുപാട് പട്ടാളക്കാർ അവിടെ ഉണ്ടല്ലോ, ആ പട്ടാളക്കാരനെയൊക്കെ ലാനിസ്റ്റേഴ്സ് ആർമി ഒരു സൈഡിൽ വന്നിട്ടുണ്ട്. ആ ലാനിസ്റ്റർ ആർമിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേരിനെ വിടുകയും ബാക്കി കുറച്ച് പേരിനെ നമ്മുടെ ക്രിസ്റ്റൻ കോൾ ഉണ്ടല്ലോ, ക്രിസ്റ്റൻ കോളിന്റെ വഴിക്ക് കുറച്ച് പേരിനെ വിടുകയും ചെയ്യും. എന്നിട്ട് ഡെയ്മൺ കരാക്സിസിൽ കയറിയിട്ട് നേരെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വന്ന് ഇവര് രണ്ടുപേരും കൂടെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഫോൾ ഓഫ് ദി കിങ്സ് ലാൻഡിങ് അത് ചെയ്യാൻ വേണ്ടി പോവും. ഇതാണ് എനിക്ക് തോന്നുന്നത്. ഡെയ്മൺ ഇനി ഹാരൻ ഹാളിൽ നിൽക്കുന്നില്ല, ഡെയ്മൺ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പട്ടാളക്കാരനൊക്കെ രണ്ട് വഴിക്ക് വിട്ടിട്ട് റെനീറിന്റെ കൂടെ പോവാണ്. മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കണം. ഫോൾ ഓഫ് ദി കിങ്സ് ലാൻഡിങ് ചെയ്യുമ്പോൾ റെനീറിന്റെ കൂടെ ഡെയ്മണും ഉണ്ട്. ഇനിയാണ് എയ്മണ്ടിന്റെ കാര്യം. ഈ എയ്മണ്ട് ഉണ്ടല്ലോ, എയ്മണ്ടിന് ഇപ്പൊ എന്ത് വേണം, ഡെയ്മനെ അറ്റാക്ക് ചെയ്യണം. ഡെയ്മൺ എവിടെയുള്ളത്, ഹാരൻ ഹാളിൽ. എയ്മണ്ട് വേഗാറിനെ എടുത്തിട്ട് നേരെ വരുന്നത് ഹാരൻ ഹാളിലേക്കാണ്. എയ്മണ്ട് പക്ഷെ എത്തുമ്പോഴേക്കും അവിടെ ആരും തന്നെ ഇല്ല. നമുക്കൊരു സീൻ ഓർമ്മയുണ്ടാവും, ഡെയ്മൺ ഹാരൻ ഹാളിൽ ആദ്യം വന്നപ്പോ ഇതെന്താ അത് ഒരാളില്ലാത്തൊരു വലിയൊരു ഡ്രാക്കുള കൊട്ടാരം പോലത്തെ ഒരു സംഭവം. അതേപോലെ ആയിരിക്കും എയ്മണ്ട് ഇവിടെ എത്തുമ്പോഴും. പട്ടാളക്കാരൊക്കെ രണ്ട് വഴിക്ക് പോയി, ഡെയ്മണും കരാക്സിസും ഒക്കെ ഡ്രാഗൺ സ്റ്റോണിലേക്കും പോയി. ഇവിടെ ഒരാളില്ലാത്തൊരു സ്ഥലം, അങ്ങനെയാണ് ഹാരൻ ഹാൾ ഇപ്പോൾ ഉള്ളത്. അങ്ങോട്ടാണ് എയ്മണ്ട് വരുന്നത്. എയ്മണ്ട് വന്നത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈമൺ സ്ട്രോങ് ഉണ്ടല്ലോ, സൈമൺ സ്ട്രോങ്ങിനെ അങ്ങോട്ട് കൊല്ലും. പക്ഷെ ഒരു ട്വിസ്റ്റ് വരുന്നത് ആലിസ് റിവേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എക്സ്പ്ലനേഷനിൽ മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആലിസ് റിവേഴ്സിനെ നോട്ട് ചെയ്ത് വെച്ച ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ആലിസ് റിവേഴ്സ് എയ്മണ്ടിന്റെ കൂടെ ആയിരിക്കും ഇനി അങ്ങോട്ട്. ആലിസ് റിവേഴ്സിന് ഒരുപാട് കഴിവുകളുണ്ട്, പല കാര്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്യാനും വിഷൻസ് കാണിച്ചു കൊടുക്കാനും എല്ലാത്തിനും ആലിസ് റിവേഴ്സ് റെഡിയാണ്. ഇതേ സംഭവം ഡെയ്മണ്ട് അടുത്ത് മൊത്തം ചെയ്തല്ലോ ഒരു സീസൺ മൊത്തം, ഇത് മുഴുവൻ ഇനി എയ്മണ്ടിന്റെ അടുത്താണ് ചെയ്യാൻ പോകുന്നത്. ബുക്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഭയങ്കര റിലേഷൻഷിപ്പിലായിരിക്കും. ആലിസ് റിവേഴ്സ് പ്രഗ്നന്റ് വരെ ആകും, എയ്മണ്ടിന് ഒരു കുട്ടിയൊക്കെ ഉണ്ടാവും, ആ കുട്ടി എയ്മണ്ടിന്റെ ആണെന്നും അല്ലാന്ന് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ പറയുന്നുണ്ട്. മൊത്തത്തിൽ നല്ല റിലേഷൻഷിപ്പിലാവും, ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് പോലെ ആയിരിക്കും ആലിസ് റിവേഴ്സും എയ്മണ്ടും. അപ്പൊ എന്താണോ ഡെയ്മൺ സെക്കൻഡ് സീസണിൽ ചെയ്തത് അതാണ് എയ്മണ്ട് ഇനി മൂന്നാമത്തെ സീസണിൽ ചെയ്യാൻ പോകുന്നത്. ഹാരൻ ഹാളിൽ പോയിട്ട് ലോക്ക് ആവുക, അതാണ് എയ്മണ്ടിന്റെ വിധി. വേറൊരു കാര്യം കൂടി നോട്ട് ചെയ്യേണ്ടത്, സെക്കൻഡ് സീസണിൽ എയ്മണ്ടിന്റെ അടുത്തും ഡെയ്മന്റെ അടുത്തും രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്, ഹെലീനയും ആലിസ് റിവേഴ്സും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും മരിക്കും, ഗോഡ് സൈ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരും മരിക്കുക എന്നുള്ള വലിയൊരു സ്പോയിലർ രണ്ടുപേരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ഗോഡ്സൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് വലിയൊരു ബാറ്റിൽ നടക്കും, അതില് ഈ രണ്ടുപേരും മരിക്കുകയും ചെയ്യും. അതൊരു ഫ്യൂച്ചറുള്ള സംഭവമാണ്. മിക്കവാറും അങ്ങനെയായിരിക്കും മൂന്നാമത്തെ സീസൺ അവസാനിക്കുക. വലിയൊരു ബാറ്റിൽ അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും അവർ അവസാനിപ്പിക്കുക. വേഗാറിൽ എയ്മണ്ട് വരും, ഡെയ്മൺ കരാക്സിസിൽ വരും, ഡെയ്മൺ ചാടുകയാണ് കരാക്സിസ് എന്ന് വാളെടുത്തിട്ട് എയ്മണ്ടിന്റെ കണ്ണിൽ കുത്തി ഇറക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ വീഴുകയാണ്. രണ്ടുപേരുടെ ഡ്രാഗണും എല്ലാവരും ഗോഡ്സൈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ ഹാരൻ ഹാളിൽ, അവിടെ വെച്ച് മരിക്കുകയാണ്. ഇതാണ് ഇവരുടെ ഫ്യൂച്ചർ. ഇത് ഓൾറെഡി ഈ ഫ്യൂച്ചറൊക്കെ അറിയുന്ന ഹെലീനയും ആലിസ് റിവേഴ്സും ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എയ്മണ്ട് ഹാരൻ ഹാളിൽ ലോക്ക് ആണല്ലോ, അപ്പൊ മിക്കവാറും ഡെയ്മൺ എയ്മണ്ടിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോഴായിരിക്കും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. സീസൺ ഫിനാലേക്കുള്ള ഒരു സ്കോപ്പ് ഉള്ള സംഭവമാണത്. അപ്പൊ ഹെലീനന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്. ഹെലീനയ്ക്ക് കിഡിലൻ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് തന്നെയാണ് അവർ ഈ ഒരു സീസണിൽ കൊടുത്തിരിക്കുന്നത്. ബുക്കിൽ ഹെലീന്റെ കുട്ടി മരിച്ചല്ലോ, ബ്ലഡ് ആൻഡ് ജീസ് വന്നിട്ട് കൊന്നല്ലോ, അതിനുശേഷം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് ബുക്കിൽ. ആരോടും വർത്താനവും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, മരവിച്ച് അങ്ങനെ മരിക്കുകയാണ് ഹെലീന. ആരും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത ക്യാരക്ടറാണ് ഹെലീനയ്ക്ക്. പക്ഷെ ഇവിടെ ഒരു ഫ്യൂച്ചറൊക്കെ പറയാൻ പറ്റുന്ന റിഡിൽസ് പോലെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന കിഡിലുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ഹെലീനയ്ക്ക് ഇവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യം നൈസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു. ഇനിയാണ്
ഏറ്റവും വലിയ യുദ്ധത്തിനെ കുറിച്ച് പറയാൻ പോകുന്നത് ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് എന്നുള്ള യുദ്ധം. അതായത് ഗെയിം ഓഫ് ത്രോൺസിലും വെച്ച് നോക്കുമ്പോഴും ഹൗസ് ഓഫ് ദി ഡ്രാഗണിൽ വെച്ച് നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ CGI വർക്ക് ആവശ്യമുള്ള, അതായത് ഇത് നമ്മൾ സാധാരണ ഒരു നിലത്തുള്ള യുദ്ധമല്ല, അടിയിൽ കപ്പലുകൾ തമ്മിലുള്ള യുദ്ധം, വെള്ളത്തിൽ മേലെ ഡ്രാഗൺസ് തമ്മിലുള്ള യുദ്ധം, മൊത്തം ഒരു എന്താ പറയുക, ഒരു എപ്പിക് എപ്പിസോഡ് ആവാനുള്ള സ്കോപ്പുള്ള ഒരു സംഭവമാണിത്. 60 മിനിറ്റ് കാണിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഈ ബാറ്റിൽ ഓഫ് ഗള്ളറ്റിന്. അത് എങ്ങനെ ഇവർ ചെയ്യുന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര സംഭവം തന്നെയാണ്. അത് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. ബാറ്റിൽ ഓഫ് ഗള്ളറ്റിന്റെ തൊട്ട് മുന്നേ ഒരു ചെറിയൊരു കാര്യം സംഭവിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. റെനിയറിന്റെ 2 കുട്ടികൾ വെയിൽസിൽ നിന്നും പെൻറ്റോസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗേ അബാൻഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഗേ അബാൻഡൻ എന്നുള്ള ഷിപ്പ് ടൈലൻഡ് ലാനിസ്റ്ററും ലോഹാറും കൂടെ ഇപ്പൊ ഒരു വലിയൊരു കപ്പൽ പടയായിട്ട് പോകുന്നുണ്ടല്ലോ, അതിന്റെ മുന്നിൽ ചെന്ന് പെടും. ഈ ട്രയാർക്കിന്റെ ആർമിന്റെ മുന്നിൽ ചെന്ന് പെടും. അവർക്ക് അറിയില്ല ഇതിനുള്ളിൽ എന്താണ് സംഭവം, ഇതൊക്കെ ആരൊക്കെയാണെന്ന്. കാരണം ഇങ്ങനെ ഒരു സംഭവം ആർക്കും അറിയില്ല. അപ്പൊ ഇവർ പോയി നോക്കുമ്പോഴാണ് ഇത് റെനീറിന്റെ കുട്ടികളാണെന്ന് മനസ്സിലാവുക. അതിൽ ഒരു കുട്ടിനെ ഇവർ പിടിക്കും. രണ്ടാമത്തെ കുട്ടി അവരുടെ ചെറിയ ഡ്രാഗണിൽ കയറിയിട്ട് രക്ഷപ്പെടുകയാണ്. ഇവിടെ ഒരു വ്യത്യാസം സംഭവിക്കാൻ സാധ്യതയുള്ളത് റെയിനി ഉണ്ടല്ലോ. റെയിനിക്ക് ഇപ്പോൾ ഒരു ഡ്രാഗൺ കിട്ടിയിട്ടുണ്ട്. ബുക്കിൽ നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. റെയ്നയ്ക്ക് ബുക്കിൽ ഡ്രാഗൺ ഒന്നുമില്ല. നെറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി, അവളുടേതാണ് ഈ ഷീപ്പ് സ്റ്റീലർ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗൺ. നെറ്റിൽസിന്റെ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നെറ്റിൽസും ഡെയ്മണും തമ്മിൽ റിലേഷൻഷിപ്പിലൊക്കെ ആവും. റെനീറയ്ക്ക് അങ്ങനെ അസൂയൊക്കെ വന്നിട്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കാര്യമൊക്കെ സംഭവിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീന്റെ കൂടെ പോകും എന്ന് പറയുമ്പോൾ ആർക്കായാലും ദേഷ്യം വരുമല്ലോ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ആ നെറ്റിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറെ വെട്ടിമാറ്റി ഡെയ്മൺ അങ്ങനെ വേറൊരു സ്ത്രീന്റെ കൂടെ ഒന്നും പോകുന്നില്ല. റെനീറിനെ ചതിക്കുന്നൊന്നുമില്ല ഇതില്. അപ്പൊ റെയ്നയ്ക്ക് ഒരു ഡ്രാഗനെ കിട്ടിയത് നമ്മൾ കണ്ടു. മിക്കവാറും ഈ 2 കുട്ടികളുണ്ടല്ലോ, ഈ ഗേ ബാൻഡനിൽ ഇവർ പിടിച്ചു വയ്ക്കുന്ന 2 കുട്ടികളുണ്ടല്ലോ, അതിൽ ഒരു കുട്ടിനെ റെയ്നെ ആയിരിക്കും രക്ഷിച്ചിട്ട് വരുന്നത്. കാരണം നമ്മൾ ആ ഡ്രാഗനെ കണ്ടപ്പോൾ, അവസാനം നമ്മൾ ആ ഡ്രാഗനെ, ചെറിയ കുട്ടിൻ്റെ അടുത്ത് ഡ്രാഗനെ കണ്ടപ്പോൾ അതൊരു ചെറിയ ഡ്രാഗനാണ്. ആ ഒരു ചെറിയ ഡ്രാഗൻ ഒരു കുട്ടിനെയൊക്കെ എടുത്ത് പൊക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. മിക്കവാറും റെയിനി ആയിരിക്കും അത് ചെയ്യുന്നത്. ഇതൊക്കെ പുതിയ കാര്യങ്ങളാണ്. ഇവർ ഇതെങ്ങനെ ചെയ്യും, ഇതെന്തിനാ അവർ ചെയ്യുന്നതൊന്നും ആർക്കും അറിയില്ല. ബുക്കിലൊന്നും ഇല്ലാത്ത സംഭവങ്ങളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് സംഭവിക്കുക. ട്രയാർക്കിന്റെ ആർമിയും കോർലിസിന്റെ ആർമിയും തമ്മിലാണ് വലിയ യുദ്ധം. ഈ പൈററ്റ്സ് ഓഫ് കരീബിയനിലൊക്കെ ഉള്ള ആ ഒരു സീനുകളിൽ അതുപോലത്തെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. മോളിലാണെങ്കിൽ ഡ്രാഗൺസിന്റെ യുദ്ധം, ഡ്രാഗനോട് ഡ്രാഗൺ ആണ് ഇവരുടെ കയ്യിൽ. ഇതിൽ മെയിൻ ആയിട്ട് മരിക്കുന്ന ആളാരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസീറസ് ആണ്. ജസീറസ് മരിക്കുന്നത് കൊണ്ട് തന്നെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് ഒരു മിഡ് സീസൺ ആയിട്ട് വരാനാണ് സാധ്യത. ഞാൻ ആദ്യം വിചാരിച്ച സീസൺ തുടങ്ങുമ്പോൾ തന്നെ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് ആയിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെ ആവാൻ സാധ്യതയില്ല. പെട്ടെന്ന് തന്നെ ജസീറസിനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇമ്പാക്ട് ഇല്ലാതെ പോകില്ല. അപ്പൊ കുറച്ച് ജസീറസിന് കുറച്ച് ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇടയിൽ വെച്ച് കൊല്ലാനായിരിക്കും. അങ്ങനെ ആകുമ്പോഴേ ഒരു ഇമ്പാക്ട് കിട്ടുള്ളൂ. റെനീറിന്റെ 2 കുട്ടികളുണ്ടായിരുന്നു, ലുസീറസും ജസീറസും. 2 പേരും മരിച്ചു. അപ്പൊ ഇനി ഒരുപാട് സ്റ്റോറികൾ ഇങ്ങനെ സംഭവിക്കാനുണ്ട്. 3-ാമത്തെ സീസണിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം പോവും. ബുക്കിൽ നിന്ന് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും ബുക്കിലുള്ള പോലെ തന്നെയൊക്കെ സ്റ്റോറിയൊക്കെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് നമ്മൾ കളയുന്നില്ല. 2 കൊല്ലം കഴിയുമ്പോഴേക്കും എല്ലാവർക്കും ഇതൊക്കെ മറക്കുന്നു അറിയാം. അതുകൊണ്ട് ഇത് കണ്ടതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരാനില്ല. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.